നമ്മുടെ കേരളത്തിന്റെ 138 വലുപ്പമുണ്ട് ആമസോൺ മഴക്കാടുകൾക്ക്. ഇതിന്റെ 60% ബ്രസീലിലാണെങ്കിലും ആകെ 9 രാജ്യങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. അതായത് സൗത്ത് അമേരിക്കയുടെ 40%വും ആമസോൺ മഴക്കാടുകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജന്തു സസ്യജാലങ്ങളുള്ളതും ഇവിടെയാണ്. മരങ്ങൾ വെട്ടാനും ഭൂമി കയ്യേറാനും മറ്റുമായി മനുഷ്യർ ഇതിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നു ചെല്ലാറുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. വളരെയേറെ വൈവിധ്യവും നിഗൂഢതകളും നിറഞ്ഞതാണ് ഈ കാടുകൾ. അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങളും ഇവിടെ പതിയിരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്നോ എന്തൊക്കെ ജീവികളുണ്ടെന്നോ എന്നൊന്നും നമുക്കിപ്പോഴും അറിവില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ നമ്മൾ ആമസോൺ കാടുകളിലേക്ക് പോയാൽ എങ്കിലെങ്ങനെയായിരിക്കും? ആമസോൺ കാടുകളിലേക്ക് പ്രവേശിച്ചാൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നൽകുന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ ഒരു ഡാർക്ക് സൈഡിനെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നേരിടാൻ കിടക്കുന്നത്. പലപ്പോഴും സൂര്യപ്രകാശത്തിന് ചെറിയൊരു അംശം മാത്രമേ ഇവിടെ എത്താറുള്ളൂ. അത്രത്തോളം മരങ്ങൾ കൂട്ടമായി തിങ്ങി നിറഞ്ഞാണ് ഇവിടെ കാണപ്പെടുന്നത്. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്. ഉള്ളിലേക്ക് കടന്നാൽ കൃത്യമായ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ചില്ലകൾ വെട്ടിമാറ്റിയും വലിയ മരങ്ങളുടെ വേരുകൾ കടന്നുമൊക്കെയാണ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോകാൻ പോലും ഒരുപാട് സമയവും എനർജിയും വേണ്ടിവരും. ഒപ്പം വിശ്രമവും അത്യാവശ്യമാണ്. എന്നാൽ വിശ്രമിക്കാനിരിക്കുന്നിടത്ത് ചിലന്തി, പഴുതാര, തേളുകൾ തുടങ്ങിയ ജീവികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി മരങ്ങളുടെ ചുവട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉള്ള ടാൻഡുകളുടെ കൂട് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഇവയുടെ കടികിട്ടിയാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചെറിയ ബുള്ളറ്റ് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന പോലെ മാരകമായ വേദനയാണ് ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകളിലൊന്നാണിത്. മഴക്കാടുകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒരു തേനീച്ച കുത്തുന്നതിനേക്കാൾ 30 മടങ്ങ് വേദനയുണ്ട് ഇവയുടെ കടിക്ക്. തേനീച്ചയിൽ നിന്ന് വ്യത്യസ്തമായി ബുള്ളറ്റ് ആൻഡുകൾ വീണ്ടും വീണ്ടും കടിക്കുന്നു. ആ വേദന ഒരു ദിവസത്തോളം നിലനിൽക്കും. ഇനി ഭക്ഷണത്തിന്റെ കാര്യം. ഈ യാത്രയിൽ കാട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ശേഖരിക്കണം. ഇത്രയും വലിയ വനത്തിൽ കായ്കനികൾ ചിലപ്പോൾ ഒരുപാട് കാണാൻ കഴിയുമെങ്കിലും അതിലേതാണ് ഭക്ഷ്യയോഗ്യമായത് അല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ആഹാരത്തേക്കാൾ പ്രധാനമാണ് വെള്ളം. മഴക്കാടുകളായതിനാൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരിക്കും. എന്നാൽ നദികളിലും കുളങ്ങളിലുമൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെയുമുണ്ട് അപകടം. ആമസോണിലെ ഏറ്റവും പ്രശസ്തമായ മത്സ്യങ്ങളിലൊന്നാണ് പിരാനകൾ. പിരാനകൾ ഒരുപാട് തരത്തിലുണ്ടെങ്കിലും അതിൽ ചിലർ വളരെ അപകടകാരികളാണ്. ഇവർ വെള്ളത്തിൽ ചലിക്കുന്ന എല്ലാത്തിനെയും വേട്ടയാണ്. ഈ വേട്ടക്കാർക്ക് വളരെ മൂർച്ചയുള്ള പല്ലുകളും ശക്തമായ താടിയെല്ലുകളുമാണ് ഉള്ളത്. വിശന്നിരിക്കുന്ന സമയത്ത് ഇവരുടെ ഇടയിലേക്ക് ഇരയെ കെട്ടിയാൽ നിമിഷനേരം കൊണ്ട് കൂട്ടമായി എത്തി അവയവങ്ങളിൽ നിന്ന് മാംസം കടിച്ചെടുത്ത് അവിടെ എല്ലുകൾ മാത്രമാക്കുന്നു. ആമസോണിൽ ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന മറ്റൊരു തരം അപകടകാരിയാണ് ഇലക്ട്രിക് ഈലകൾ. ഇവർ പ്രധാനമായും ശത്രുക്കളെ ഓടിക്കാനും ഇരപിടിക്കാനും മറ്റുമാണ് ശരീരത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്നത്. മുതലകളെ പോലും വൈദ്യുതി ഷോക്ക് ഏൽപ്പിച്ചോടിക്കാൻ ഇവർക്ക് കഴിയും. കഴിഞ്ഞ വർഷങ്ങളിൽ ആമസോണിൽ നിന്ന് കണ്ടെത്തിയ ഒരു തരം ഇലക്ട്രിക് ഈലകൾക്ക് 860 വോൾട്ട് വൈദ്യുതിയാണ് ശരീരത്തിൽ നിന്നും ഒരു തവണ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനെ പൂർണ്ണമായും തളർത്താൻ ഈ ഷോക്ക് ധാരാളമാണ്. ഇതൊന്നും കൂടാതെ ഈ പരിസരങ്ങളിൽ വലിയ ചീങ്കണ്ണികളുടെയും മുതലകളുടെയും മറ്റും ആക്രമണവും പ്രതീക്ഷിക്കാം. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനാണ് ബ്ലാക്ക് കെയ്മൻ. 13 അടി വരെ നീളത്തിൽ വളരുന്ന ഇവർക്ക് 300 കിലോയോളം ഭാരവും ഉണ്ടാവും. മത്സ്യങ്ങൾ, ആമകൾ, തവളകൾ തുടങ്ങിയവയാണ് ആഹാരമെങ്കിലും തന്റെ പരിധിയിൽ വരുന്ന എല്ലാത്തിനെയും ഇവർ ആക്രമിക്കുന്നു, മനുഷ്യരെ പോലും. കാടുകളിൽ പൊതുവെ ഒരുവിധം എല്ലായിടത്തും പ്രതീക്ഷിക്കാവുന്ന ഒരു കൂട്ടരാണ് പാമ്പുകൾ. ആമസോണിലും പലതരത്തിലുള്ള വിഷപ്പാമ്പുകളുണ്ട്. അതിലൊന്നാണ് ഐലാഷ് വൈപ്പർ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാമ്പുകളിലൊന്നാണിത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ പാമ്പുകളുടെ കടിയേറ്റാൽ ഉടനെ കടുത്ത വേദനയും നീർവീക്കവും ഉണ്ടാകാം. ഇവയുടെ വെനം ഹൃദയത്തെയും കേന്ദ്ര നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്നു. ഉടനെ ചികിത്സ തേടിയില്ലെങ്കിൽ അവസ്ഥ വളരെ മാരകമാകാം. പിറ്റ് വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട ഈ പാമ്പുകൾ ആമസോണിൽ പൊതുവെ മരച്ചില്ലകളിലും ജലസ്രോതസ്സുകളുടെ സമീപത്തുമൊക്കെയായി കാണപ്പെടുന്നു. ഇനി വിഷമില്ലാഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഏറ്റവും വലിയ അപകടകാരികളിലൊന്നാണ് അനാക്കൊണ്ടകൾ. പൊതുവെ മത്സ്യങ്ങൾ, മാൻ, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളെ ആഹാരമാക്കുന്ന ഇവർ തരം കിട്ടിയാൽ കടുവകളെ പോലും ആക്രമിക്കുന്നു. ഇനി മനുഷ്യരുടെ കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. ഇരയെ വരിഞ്ഞു മുറുക്കി കൊന്ന ശേഷം അവയുടെ വലിപ്പം പോലും കണക്കിലെടുക്കാതെ പൂർണ്ണമായും വിഴുങ്ങും.
പൂർണ്ണ വളർച്ചയെത്തിയ അനാക്കോണ്ടകൾക്ക് ഏകദേശം 17 അടിക്ക് മുകളിൽ നീളമുണ്ടാകും. ഈ വലിപ്പ കൂടുതൽ കാരണം കൂടുതൽ സമയവും വെള്ളത്തിലാണ് ഇവർ ചെലവഴിക്കുന്നത്. എങ്കിലും ചതുപ്പ് നിലങ്ങളിലും മരങ്ങളുടെ വലിയ ചില്ലകളിലും അനാക്കോണ്ടകളെ കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനങ്ങളിൽ മനുഷ്യർ താമസിച്ചിരുന്നു. ഇപ്പോഴുമുണ്ട് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള പലതരം ട്രൈബുകൾ. അതിൽ ആധുനിക മനുഷ്യരോട് സഹകരിക്കുന്ന കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരും ആധുനിക മനുഷ്യരെ പേടിയോടെ കാണുന്നവരുമുണ്ട്. എന്നാൽ ഉൾക്കാടുകളിൽ പുറം ലോകത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്ത നരഭോജികളായ ഗോത്രവർഗ്ഗക്കാരും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവരുടെ പോലും പേടി സ്വപ്നമാണ് ചില വലിയ പൂച്ചകൾ. അതിൽ ഏറ്റവും അപകടകാരിയാണ് ജാഗ്വർ. മഴക്കാടുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ പൊതുവെ രാത്രിയിലാണ് വേട്ടയ്ക്കിറങ്ങുന്നതെങ്കിലും ആമസോണിൽ ഇവർ പകലും സജീവമാണ്. കടുവയ്ക്കും സിംഹത്തിനും ശേഷമുള്ള ഏറ്റവും വലിയ പൂച്ചവർഗമാണ് ജാഗ്വർ. വളരെ കരുത്തുറ്റ മാംസപേശിയുള്ള ജാഗ്വറുകൾക്ക് ഒരു മനുഷ്യനെ കൊല്ലുന്നത് വളരെ എളുപ്പമാണ്. കൂടാതെ വലിയ ഇരകൾക്കാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത്. ഈ യാത്രയിൽ നമുക്ക് നേരിടാൻ ഇനിയും കഷ്ടതകളുണ്ട്. ലോകത്തെ ഏറ്റവും കഠിനമായ വിഷമുള്ള ചിലന്തികളിലൊന്നായ ബ്രസീലിയൻ വാൻഡ്രിൻ സ്പൈഡറുകളും കണ്ടാൽ വളരെ മനോഹരമായി തോന്നുകയും തൊലിയിൽ മാരകമായ വിഷമുള്ള തവളകളും പേവിഷം പരത്തുന്ന വാമ്പയർ വവ്വാലുകളും മലേറിയ, മഞ്ഞപ്പനി, നൈൽ വൈറസ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളും തുടങ്ങി പറഞ്ഞാൽ തീരാത്തിടത്തോളം അപകടങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യന് ചെന്നു കയറാൻ കഴിയുന്ന ഒരു പരിധിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണെന്നോ അവിടെ എന്തൊക്കെ തരം ജീവികളുണ്ടെന്നോ മറ്റും ഇപ്പോഴും പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പരിധിക്കപ്പുറത്ത് ഭീമാകാരനായ അനാക്കോണ്ടയെ കണ്ടുവെന്നും എന്നാൽ അത് അനാക്കോണ്ടയല്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ടൈറ്റനോബോവ എന്ന രാക്ഷസ പെരുമ്പാമ്പാണത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. നമ്മുടെ ചാനലിൽ കുറച്ചു നാൾക്ക് മുമ്പ് ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ അവിടെ പോയാൽ നേരിടാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കൂടുതലും അപകടകാരികളായ ജീവികളെക്കുറിച്ച്. എന്നാൽ അതെല്ലാം മാറ്റി നിർത്തിയാൽ നമ്മെ സ്വീകരിക്കുന്നത് വൈവിധ്യങ്ങളുടെ മറ്റൊരു ലോകം തന്നെയായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ജന്തു സസ്യജാലങ്ങളുള്ള സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ. ഈ കാടുകളെക്കുറിച്ച് പൂർണ്ണമായും പഠിക്കാൻ മനുഷ്യൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഓരോ ഗവേഷണങ്ങളിലും നിരവധി പുതിയ ഇനം സസ്യങ്ങളെയും ജീവികളെയുമാണ് ഇവിടെ നിന്നും കണ്ടെത്താറുള്ളത്. അതിൽ ഭൂരിഭാഗവും ഇവിടെ ഈ പ്രകൃതിയിൽ മാത്രം ജീവിക്കാൻ കഴിവുള്ളവർ. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് ആമസോൺ മഴക്കാടുകൾ. അതിനാൽ തന്നെ ആ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ തേടിയാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ ആമസോൺ മഴക്കാടുകളിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? ആമസോൺ കാടുകളിലേക്ക് പ്രവേശിച്ചാൽ വിവിധ വർഗത്തിൽപ്പെട്ട ഒട്ടനവധി ജീവികളെയും സസ്യങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഹൃദയത്തിന്റെ പ്രവർത്തനം പോലും പുറമേ കാണാൻ സാധിക്കുന്ന വിധത്തിൽ അടിഭാഗം ട്രാൻസ്പെറന്റായ സ്കിന്നോട് കൂടിയ ഗ്ലാസ് റോക്ക്. പ്രാണികളെയും ചെറിയ ജീവികളെയും വായ കൊണ്ട് വെള്ളം തെറിപ്പിച്ച് ജലത്തിലേക്ക് വീഴ്ത്തി ഇരപിടിക്കുന്ന ആർച്ചർ ഫിഷ്. ആമസോൺ നദിയിലെ മനോഹരമായ പിങ്ക് ഡോൾഫിനുകൾ. ജലസ്രോതസ്സുകളുടെ സമീപങ്ങളിൽ കാണപ്പെടുന്ന ജീസസ് ലിസാർഡുകൾ. ഇതൊക്കെ നമുക്ക് കൗതുകമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. ഈ ഓന്തുകൾക്ക് ജീസസ് ലിസാർഡ് എന്ന പേരിന് കാരണം ഇവർക്കും വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നടക്കുകയല്ല, ഓടുകയാണ് ഇവർ ചെയ്യുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഓട്ടം. ഏകദേശം 60 അടിയോളം ഇവർക്കിങ്ങനെ ഓടാൻ കഴിയും. ഇവരുടെ പ്രധാന ശത്രുക്കൾ പാമ്പുകളും പക്ഷികളുമാണ്. പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ 1300-ലധികം വർഗത്തിൽപ്പെട്ട വിവിധ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മഴക്കാടുകൾ. അതിൽ ഉണങ്ങിയ മരച്ചില്ല പോലെ മറഞ്ഞിരിക്കാൻ കഴിവുള്ള ഗ്രേറ്റ് പൊട്ട്, ഏറ്റവും വലിയ തത്തയായ ഹൈസിൻ മാക്കോ, ലോകത്തിന് തന്നെ ഏറ്റവും ഭംഗിയേറിയ കരികനായ കിങ് വൾച്ചർ തുടങ്ങി വളരെ വിചിത്രവും ആകർഷകവുമായ ധാരാളം പക്ഷികളെ നമുക്കിവിടെ കാണാൻ കഴിയും.
ഇപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദം ഹാർപ്പി ഈഗിളിൻ്റെയാണ്. മനോഹരവും അതേസമയം ഭയാനകവുമായ ഒരു പക്ഷിയാണ് ഹാർപ്പി ഈഗിൾ. ഹാർപ്പി എന്ന വാക്കിനർത്ഥം ഗ്രീക്ക് ഭാഷയിൽ പക്ഷിയുടെ രൂപവും മനുഷ്യന്റെ തലയുമുള്ള രാക്ഷസൻ എന്നാണ്. പരുന്തുവർഗത്തിലെ ഏറ്റവും വലിപ്പമേറിയ പക്ഷികളിലൊന്നാണിത്. ഇവരുടെ കാലുകൾക്ക് ഏകദേശം മനുഷ്യന്റെ കൈത്തണ്ടയോളം വണ്ണവും ഈ ശക്തിയേറിയ നഖങ്ങൾക്ക് ഒരു ഗ്രിസ്ലി കരടിയുടെ നഖത്തിനോളം നീളവുമുണ്ടാവും. ഇതിൽ ഫീമെയിൽ പക്ഷികൾക്ക് 10 കിലോയോളം ഭാരമുണ്ടാവും. തന്നേക്കാൾ വലിപ്പം കുറഞ്ഞ എന്തിനേയും ഇവർ ആക്രമിക്കുന്നു. കുരങ്ങുകളുടെയും സ്ലോത്തുകളുടെയും ഒരു പേടി ശബ്ദമാണ് ഹാർപ്പി ഈഗിളുകൾ. ഇത്തരം വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവിടുത്തെ ചില ജീവികൾക്ക് ചുറ്റുപാടിനോട് ചേർന്ന് നന്നായി മറഞ്ഞിരിക്കുവാനുള്ള കഴിവുണ്ട്. കൂടാതെ ഇങ്ങനെയുള്ള മിക്ക ജീവികളും ഇതേ കഴിവ് ഇരതേടാനും ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒരു പുഷ്പം പോലെ തോന്നിക്കുന്ന ഓർക്കിഡ് മാൻഡിസ്, ചെടികളുടെ ഉണങ്ങിയ ചില്ല പോലെയുള്ള ജംബി സ്റ്റിക്ക് ഇൻസെക്റ്റ്, ഉണങ്ങിയ ഇലയായി അനുകരിക്കുന്ന ഡ്രൈ ലീഫ് ബട്ടർഫ്ലൈ തുടങ്ങി ഇതേ കഴിവുള്ള ധാരാളം ചിലന്തികളും പാമ്പുകളും പോലും നമുക്ക് ചുറ്റും മറഞ്ഞിരിപ്പുണ്ടാകും. എന്നാൽ ഇതിൽ നിന്നെന്ന് വ്യത്യസ്തമായി വളരെ കളർഫുള്ളായ ഒരു തവളയാണ് പോയ്സൺ ഡാർട്ട്ഫ്ലോർ. വെറും 2 ഇഞ്ച് വലുപ്പം മാത്രമേ ഇവർക്കുള്ളൂ എങ്കിലും തൊലിപ്പുറത്ത് വളരെ മാരകമായ വിഷമാണുള്ളത്. ഇവിടുത്തെ ചില ഗോത്രവർഗ്ഗക്കാർ ഈ തവളയുടെ വിഷം അവരുടെ ആയുധങ്ങളിൽ ഉപയോഗിച്ചു. ആ ആയുധങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് തന്നെ അപകടമാകാറുണ്ടായിരുന്നു. ഇത്തരം തവളകളെ നമുക്ക് ധാരാളം നിറങ്ങളിൽ കാണാൻ സാധിക്കും. ഇവരുടെ ഈ ബ്രൈറ്റ് കളർ ഒരു മുന്നറിയിപ്പായി എടുത്ത് മറ്റുള്ള മൃഗങ്ങൾ ഇവയെ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. ആമസോൺ കാടുകളിൽ കൗതുകകരമായ മറ്റൊരു തവളയാണ് ഗ്ലൈഡിംഗ് ട്രീ ഫ്രോഗ്. രാത്രിയിൽ കടും പച്ചയും പകൽ സമയത്ത് ഇളം പച്ചയുമാണ് ഇവരുടെ നിറം. ഈ തവളകൾ കൂടുതൽ സമയവും വലിയ മരങ്ങളുടെ മുകളിലാണ് വസിക്കുന്നത്. ശത്രുക്കളുടെ ഭീഷണിയും മറ്റും ഉണ്ടാവുമ്പോൾ ഇവർ ഇത്രയും വലിയ ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടുന്നു. ഈ സാഹചര്യത്തിൽ കൈകാലുകൾ വിരിച്ച് പാരച്യൂട്ട് എന്ന പോലെ വായുവിലൂടെ തെന്നി നീങ്ങുന്നതാണ് ഇവരുടെ കഴിവ്. വിരലുകൾക്കിടയിലെ ചെറിയ ചർമ്മവും ഈ അവസ്ഥയിലെ ശരീരത്തിന്റെ ഷേപ്പുമൊക്കെയാണ് ഇവരെ ഇങ്ങനെ തെന്നി നീങ്ങാൻ സഹായിക്കുന്നത്. ഒടുവിൽ ശരീരത്തിലെ ചെറിയ ചലനങ്ങളിലൂടെ എവിടെയാണോ ലാൻഡ് ചെയ്യേണ്ടത് അവിടേക്ക് പതുക്കെ നീങ്ങും, ഒരു സ്കൈ ഡൈവറിനെ പോലെ. ആമസോണിലെ ജലസ്രോതസ്സുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൽ പിരാന, ഗിരട്രിക്കീൻ, ബ്ലാക്ക് കെയ്മൻ, അനാകൊണ്ട തുടങ്ങിയ ജീവികളാണ് അപകടകാരികളെങ്കിൽ ഇപ്രാവശ്യം തന്നിലേക്ക് വീഴുന്ന എല്ലാത്തിനെയും കൊല്ലാൻ പോലും ശേഷിയുള്ള ഒരു അത്ഭുത നദിയെക്കുറിച്ചാണ് പറയുന്നത്. ബോയിലിംഗ് റിവർ അഥവാ തിളയ്ക്കുന്ന നദി. ഷാനായ് ടിംബുഷ്ക എന്നാണ് ഈ നദിയുടെ പേര്. ഇവിടുത്തെ ചില ഗോത്രവർഗ്ഗക്കാരുടെ വിശ്വാസം മദർ ഓഫ് വാട്ടർ എന്നർത്ഥം വരുന്ന യാക്കൂമാമ എന്ന ഭീകര സർപ്പത്തിന്റെ ശക്തിയാണ് ഇതിന് ചൂട് നൽകുന്നത് എന്നാണ്. ഈ നദിയുടെ തുടക്കത്തിൽ തണുത്ത വെള്ളവും പിന്നീട് ഒഴുകുന്തോറും ചൂട് കൂടി വരികയും ചെയ്യുന്നു. അവസാനത്തെ 4 മൈൽ ഏകദേശം 94 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാറുണ്ട്. അറിയാതെ ഇതിലേക്ക് ചാടുന്ന ചില ജീവികളുടെ പുഴുങ്ങിയ അവസ്ഥയിലുള്ള ശവശരീരങ്ങൾ നമുക്ക് ഈ പരിസരങ്ങളിൽ കാണാവുന്നതാണ്. അതിനടുത്തുള്ള മണ്ണിൽ സ്പർശിച്ചാൽ പോലും നമുക്ക് പൊള്ളലുണ്ടാകും. സാധാരണയായി അഗ്നിപർവ്വതങ്ങളുടെ സമീപത്തെ നദികളിൽ ചെറിയ ചൂടുവെള്ളം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഏറ്റവും പുതിയ കണ്ടെത്തൽ വെള്ളത്തിലെ ഈ ചൂട് ഭൂമിക്കടിയിലെ താപത്തിൽ നിന്നും ഉണ്ടാകുന്നുവെന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യയെ നമുക്ക് ഈ മഴക്കാടുകളിലും കാണാൻ സാധിക്കും. പൂവാണെങ്കിലും അസഹനീയമായ ദുർഗന്ധമാണ് ഇവയ്ക്കുള്ളത്. ഏകദേശം 100 സെന്റിമീറ്ററോളം വ്യാസമുള്ള റഫ്ലേഷ്യ പുഷ്പത്തിന് 15 കിലോ വരെ ഭാരമുണ്ടാകും. ഇലയോ തണ്ടോ കാണാൻ കഴിയാത്ത ഈ പുഷ്പം അതിനു വേണ്ട ആഹാരവും വെള്ളവും മറ്റു മരങ്ങളിൽ നിന്ന് വലിച്ചെടുത്താണ് വളരുന്നത്. റഫ്ലേഷ്യ പുഷ്പിക്കുന്നത് മുതൽ അഴുകിയ മാംസത്തിന്റെ ഗന്ധമാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. വലുപ്പത്തിന്റെ കാര്യത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ചെടിയാണ് ആമസോണിയൻ ജയന്റ് വാട്ടർ ലില്ലി. വളരെ വേഗത്തിൽ വളരുന്ന ഈ ചെടി ഓരോ ദിവസവും 25 സെന്റിമീറ്ററോളം വലിപ്പം വയ്ക്കുന്നു. കൂടാതെ ഈ ഇലകൾക്ക് 60 കിലോയോളം ഭാരം താങ്ങാൻ കഴിയും. ഇത്തരത്തിൽ കൗതുകമുണ്ടാക്കുന്ന നിരവധി കാഴ്ചകൾക്ക് പുറമെ ധാരാളം ഇരവിടിയന്മാരായ ചെടികളെ നമുക്ക് ഈ മഴക്കാടുകളിൽ കാണാവുന്നതാണ്.
ഇത്തരം ചെടികൾ ചെറിയ പ്രാണികളെയും മറ്റും ട്രാപ്പിലാക്കുമ്പോൾ വലിപ്പം കൂടിയ ജയന്റ് പിച്ചർ ചെടികൾ, എലി, തവള, വവ്വാലുകൾ, വലിയ ചിലന്തികൾ എന്നിവയെ പോലും ട്രാപ്പിലാക്കി ഭക്ഷിക്കുന്നു. ഈ മഴക്കാടുകൾ പലതരത്തിൽപ്പെട്ട ചിലന്തി വർഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. അത് വെള്ളത്തിലിറങ്ങി ചെറിയ മത്സ്യങ്ങളെ വേട്ടയാടി പിടിക്കാൻ കഴിവുള്ള ജയന്റ് ഫിഷിംഗ് സ്പൈഡർ, വളരെ അഗ്രസീവും മാരകമായ വിഷവുമുള്ള ക്രിസ്റ്റീരിയൻ മാൻഡ്രൈൻ സ്പൈഡർ, ചെറിയ പാമ്പുകൾ, പക്ഷികൾ, വവ്വാലുകൾ എന്നിവയെ പോലും ആക്രമിച്ച് ഭക്ഷിക്കുന്ന ഗോരിയൻ ബേഡ് ഈറ്റർ. ഇവരൊക്കെ ഇതിൽ ഭീകരന്മാരാണെങ്കിൽ ചിലന്തികളിലെ ഏറ്റവും വലിയ കലാകാരനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, സ്പൈഡർ ഡീക്കോയ്. ശരീരത്തിന് വലിപ്പം കുറവായ ഇവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവരുടെ വരയിൽ വലിയൊരു ചിലന്തിയുടെ രൂപമുണ്ടാക്കുന്നു. പ്രാണികളുടെ ശരീരാവശിഷ്ടങ്ങളും പൊടിപടലങ്ങളും ഉപയോഗിച്ചാണ് സ്പൈഡർ ഡീക്കോയ് ഈ രൂപമുണ്ടാക്കുന്നത്. ഇവരുടെ ശത്രുക്കൾ ഇത് കണ്ട് ഏതോ വലിയ ചിലന്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്തിരിഞ്ഞു പോവാറാണ് പതിവ്. ആമസോൺ കാടുകളിൽ പണ്ട് പര്യവേഷണം നടത്തിയ ധാരാളം സാഹസിക സഞ്ചാരികൾ അവരിവിടെ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ചും നേരിട്ട എക്സ്പീരിയൻസിനെ കുറിച്ചും ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1900 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ജിയോഗ്രാഫറായിരുന്ന പെഴ്സി ഫോസറ്റ് ആമസോണിൽ നടത്തിയ പര്യവേഷണങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൽ അന്നുവരെ പുറം ലോകം കണ്ടിട്ടില്ലാത്ത ധാരാളം ജന്തുസസ്യജാലങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതിൽ പലതിനെയും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അന്നവിടെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു. അതിൽ പൂച്ചയോളം മാത്രം വലിപ്പമുള്ള നായയും പ്രത്യേക ഇനം ചില ചിലന്തി വർഗ്ഗങ്ങളും മനുഷ്യനോട് സാദൃശ്യമുള്ള ബിഗ്ഫൂട്ട് പോലെയുള്ള ജീവിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി അതിനുശേഷം ആമസോണിലേക്ക് പോയ പെഴ്സി ഫോസറ്റും സംഘവും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഈ അത്ഭുതങ്ങളുടെ കലവറയിൽ അതിശയങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും നമ്മൾ കണ്ടെത്തിയതുമല്ലാത്തതുമായ ധാരാളം ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും മരങ്ങളുടെയും മറ്റും ഭൂമിയിലെ അവസാനത്തെ അഭയകേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാവാം ഈ മഴക്കാടുകൾ. ഇതിന് ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ